സഹകരണ പ്രസ്ഥാനം കടന്നയില്ലാത്ത ഒരു രംഗവും കേരളത്തിൽ. ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും സാധ്യതയും വളർന്നു വരികയാണ്. ഈ നാട്ടിൽ ഏതൊരു പാവപ്പെട്ടവനും വളരെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ നമുക്ക് ആദ്യമായി അഭയം പ്രാപിക്കാൻ കഴിയുന്നത് സഹകരണ ബാങ്കുകളെയാണ്. അത് വിവാഹമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, ചികിത്സാ ആവശ്യമാകട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ ആദ്യമായി നാഷണലൈസ്ഡ് ബാങ്കുകളെയും കൊമേഴ്സ്യൽ ബാങ്കുകളെയും ഷെഡ്യൂൾ ബാങ്കുകളെയും ഒക്കെ സമീപിച്ച നാനാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഒരു അപേക്ഷയിൽ സംഭവിക്കുക. അതേസമയത്ത് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയും അല്ലെങ്കിൽ ബോർഡ് മെമ്പർമാരെയും കണ്ടാൽ വളരെ പെട്ടെന്ന് തങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ ഒരു നാടിന്റെ അത്താണിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു സഹകരണ സ്ഥാപനം ബാങ്കിൽ പ്രവർത്തിക്കുക. അവിടെ ഈ നാടിന്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പുരോഗതിയും ഈ സ്ഥാപനത്തിന് വലിയ പങ്കുമുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ആണെങ്കിൽ ഈ രംഗത്ത് ഈ മേഖലയെ കാണുന്നത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും ആദ്യം മുന്നോട്ട് വരുന്ന ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് സഹകരണ പ്രസ്ഥാനം തന്നെയാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ പ്രളയം വന്നു. ആ പ്രളയം വന്നപ്പോൾ നൂറുകണക്കിന് ആൾക്ക് വീട് നഷ്ടപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തപ്പോൾ തന്നെ സഹകരണ മേഖല മുൻകൈയെടുത്ത് 2300ഓളം വീടുകളാണ് പാവങ്ങൾക്ക് സൗജന്യമായി വെച്ചു കൊടുത്തത്. മറ്റൊരു രംഗവുമില്ല. എത്ര വലിയ രൂപത്തിൽ മഹത്തരമായ പ്രവർത്തനമാണ്. ഇപ്പൊ കോവിഡ് വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ നടക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്ന രംഗത്ത് സഹകരണ മേഖല വലിയ പങ്കുവഹിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങാൻ, ടാബ് വാങ്ങാൻ പലിശരഹിത വായ്പ കൊടുത്ത കേരളത്തിലെ ഏക സാമ്പത്തിക രംഗം അല്ലെങ്കിൽ ഏക ബാങ്കിംഗ് രംഗം സഹകരണ മേഖലയാണ് എന്ന അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാം. ഏറ്റവും അവസാനമായി ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി. ആ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ മുഴുവൻ എഴുതിത്തള്ളാൻ ആദ്യം മുന്നോട്ട് വന്നത് സഹകരണ മേഖലയാണ്. അത് കേരള ബാങ്കായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ എഴുതിത്തള്ളിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ മറ്റ് ചില ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കും നാഷണലൈസ്ഡ് ബാങ്കും ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ദുരിതാശ്വാസ ഫണ്ട് വരവ് വെച്ച് മറ്റവരെ യഥാർത്ഥത്തിൽ പിടിച്ചു പറിക്കുന്ന രൂപമാണ് അവിടെ കിട്ടുക. അവിടെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ് ആ പൈസ തിരിച്ചു കൊടുപ്പിച്ചത്. അവിടെയാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രതിബദ്ധത എന്ന തിരിച്ചറിയൽ. അതേപോലെ നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലും സമയോചിതമായി ഇടപെടും. ഇവ ഈ കാലഘട്ടത്തിൽ വയനാട് ദുരന്തത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് സംഭാവന നൽകിയിട്ടുള്ളത് സഹകരണ മേഖലയും സഹകരണ സഹകാരികളും ജീവനക്കാരും ചേർന്നിട്ടാണ് വലിയ ഫണ്ടുകൾ സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ നാടിനെ ആ രൂപത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ഈ മേഖലയിലാകട്ടെ ഇപ്പോൾ ഞങ്ങൾ നടപ്പാക്കി വരുന്ന മെമ്പർ റിലീഫ് ഫണ്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതൊരു സഹകാരിക്കും എപ്പോഴെങ്കിലും ഗുരുതരമായ രോഗം ബാധിച്ചാൽ ഈ ബാങ്ക് മുഖാന്തരം നിങ്ങളൊരു അപേക്ഷ നൽകിയാൽ 500,000 രൂപ ആ രോഗിക്ക് ചികിത്സാ സൗകര്യം കൊടുക്കും. ഇത് മറ്റെവിടെ ഒരു ബാങ്കിലും കിട്ടില്ല. ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ ഈ സൗകര്യമില്ല. ഇവിടെ വായ്പ എടുക്കുന്ന ഒരാൾക്ക് ഗുരുതരമായ രോഗം ബാധിച്ചാൽ 1.25 ലക്ഷം രൂപ ഞങ്ങൾ ചികിത്സാ സഹായം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. 110 കോടി രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. വായ്പ എടുക്കുന്ന ഒരാൾ മരണമടഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾ 4 ലക്ഷം രൂപ എടുത്തു എന്ന് വിചാരിക്കുക. ആ വായ്പക്കാരൻ മരണമടഞ്ഞാൽ പിന്നെ 3 ലക്ഷം രൂപ റിസ്ക് ഫണ്ടായി തരും, അടയ്ക്കേണ്ട. 1 ലക്ഷം രൂപ ബാക്കി അടച്ചാൽ. ഈ ഒരു സൗകര്യം ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലുണ്ടോ? ഏതെങ്കിലും മറ്റ് കൊമേഴ്സ്യൽ ബാങ്കിലുണ്ടോ? മറ്റൊരു ബാങ്കിലുമില്ല. കേരളത്തിൽ ഏതാണ്ട് 45ഓളം ബാങ്കുകൾ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിആർആയിട്ട് അനുസരിച്ച് ആ ഒരു ബാങ്കും ഈ സൗകര്യമില്ല. ഈ സഹകരണ മേഖല മാത്രമാണ് ഈ തരത്തിൽ വായ്പ എടുക്കുന്നവർക്കും രോഗം വരുന്നവർക്കും ഒക്കെ സഹായിക്കുന്ന ആശ്വാസ പദ്ധതി നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലെ മിച്ച പൈസ എപ്പോഴും നിക്ഷേപിക്കേണ്ടത് സഹകരണ ബാങ്കുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നിക്ഷേപിക്കുന്ന പണം ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഈ നാടിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുന്നത്. ഈ നാട്ടിലുള്ള ആൾക്കാണെന്ന് വായ്പ കൊടുക്കുകയോ മറ്റു വികസന പ്രവർത്തനത്തിന് കൊടുക്കുകയോ ചെയ്യുക. മറിച്ച് നാഷണലൈസ്ഡ് ബാങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിൽ കൊടുത്താൽ ഉത്തര പൂർവ്വ ഭാരതത്തിലെ ഒമ്പന്മാരായ ഓപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള കുത്തകൾക്കോ കൊടുക്കും. അവർ 3 മാസം കഴിയുമ്പോൾ NBA റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി അവർ എഴുതി മാറ്റി ഒരു വലിയ രൂപത്തിലുള്ള എമൗണ്ട് ആയി കഴിയുമ്പോൾ ബഡ്ജറ്റ് എഴുതി കൊടുത്ത് അവരെ സഹായിക്കും. അതേ സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ചോളൂ. ഇപ്പൊ കോപ്പറേറ്റീവ് സെക്ടറിന്റെ അതേ സഹകരണ മേഖലയുടെ CD റേഷ്യോ 75.76. നമ്മുടെ അതേസമയത്ത് ഇവിടുത്തെ ചില
മറ്റ് കൊമേഴ്സ്യൽ ബാങ്കിലെയും നാഷണലിസ്റ്റ് ബാങ്കിലെയും എടുത്താൽ 50-ൽ താഴെ 36, 38, 40 ഒക്കെ എത്തിക്കുന്നവരുണ്ട്. അവിടെയാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഇവിടെ കിട്ടുന്ന പണം ഇവിടെ തന്നെ വിനിയോഗിക്കും. അപ്പോൾ നിങ്ങളിവിടെ നിക്ഷേപിച്ചാൽ ദേശാഭിമാന പ്രചോദിതമായ ഒരു പ്രവർത്തനമാണ് ചെയ്യുക. നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കും, വികസനത്തിന് വേണ്ടി വിനിയോഗിക്കും, മറ്റതെല്ലാം വടക്കോട്ട് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം മറ്റിതര മേഖലയിൽ വളർന്നു വരുമ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഈ രൂപത്തിൽ വളർന്നു വരികയാണ്. ഇങ്ങനെ വരുന്നൊരു മേഖലയെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം യഥാർത്ഥത്തിൽ ചില നിയമങ്ങളുമായി കേന്ദ്രം കൊണ്ടുവരികയാണ്. അതിലൂടെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. 97-ാം ഭരണഘടനാ ഭേദഗതിയും അതുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ ഒരു മന്ത്രാലയം തന്നെ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ആ വിഷയത്തിൽ സുപ്രധാനമായി വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിയിൽ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ 32 എൻട്രി കോർപ്പറേറ്റീവ് സബ്ജക്ട് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതിൽ കേന്ദ്രം ഇടപെടാൻ പാടില്ല. പക്ഷേ ആ നിയമത്തെയും സുപ്രീം കോടതിയും ഭരണഘടനയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പുതിയ മന്ത്രാലയവും നിയമവും ഉണ്ടാക്കി മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രജിസ്ട്രേഷൻ കൊടുത്ത് ഇവിടെ ശാഖകൾ സ്ഥാപിച്ച് അനിയന്ത്രിതമായി പലിശയും മറ്റു കാര്യങ്ങൾ നിശ്ചയിച്ച് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നു. ഇവിടെ കൃത്യമായി പറയുന്നു, നമുക്ക് പലിശ നിയന്ത്രിക്കാൻ ഒരു ഘടകമുണ്ട്, അതേപോലെ തന്നെ ഒരു പലിശ കമ്മിറ്റിയുണ്ട്, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റതിന് അത്തരത്തിലുള്ള യാതൊരു നിയന്ത്രണവുമില്ല ഈ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഈ മേഖലയിൽ കടന്നു വരുന്ന അപകടങ്ങളും അതോടൊപ്പം തന്നെ ആക്രമണങ്ങളെയും ശക്തമായ രൂപത്തിൽ സഹകാരികളുടെ അത് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട സഹകാരികളെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധവും ഒപ്പം നിയമപരമായ നേരിടാൻ വേണ്ടിയുള്ള നിയമയുദ്ധങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ സുപ്രീം കോടതി മുമ്പാകെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തില്. നമ്മുടെ സുപ്രീം കോടതി വിധി മറികടക്കുന്നതിനെതിരായി തന്നെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിരിക്കണം. ആ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ മേഖല പൊതുവിൽ കരുത്താർജിച്ച് മുന്നോട്ട് വരാൻ സഹായിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ഈ കാലത്ത് നിയമ ഭേദഗതി കൊണ്ടുവന്നു. സഹകരണ മേഖല ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ചില അനപരിഷ്ണീയമായ പ്രവണതകൾ വരുന്നുണ്ട്. ആ ഒറ്റപ്പെട്ടതാണെങ്കിലും അനപരിഷ്ണീയമായ പ്രവണതകൾ അവസാനിപ്പിക്കണം. അതിന് സഹായിക്കുന്ന തരത്തിൽ നിലവിലുണ്ടായിരുന്ന നിയമം കാലോചിതമായി പൊളിച്ചെഴുതി 57 ഭേദഗതികളോടുകൂടി പുതിയ നിയമം ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ നിയമസഭ യോജിച്ച് പാസ്സാക്കിയ അപൂർവ ബില്ലുകളിൽ ഒന്നാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം പാസ്സാക്കിയെടുത്തത്. ഇപ്പം ബില്ല് പാസ്സായി അതിന്റെ ചട്ടങ്ങളുമായി അതിപ്പോൾ നടപ്പാക്കി തുടങ്ങി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിക്ഷേപകന് 1 രൂപ പോലും നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഭാവി സംവിധാനങ്ങളാണ് പുതിയ ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, ആ രംഗത്ത് ഏതെങ്കിലും സംഘത്തിൽ ഇപ്പോൾ ഈ ബാങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ 2 രൂപത്തിൽ ഈ ബാങ്കിനെ ഞങ്ങൾ സഹായിക്കും. ഒന്ന്, ഇവിടുത്തെ നിക്ഷേപകർക്ക് നിക്ഷേപം മടക്കി കൊടുക്കാൻ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ മുമ്പുണ്ടായിരുന്ന 2 ലക്ഷം രൂപ ലിക്വിഡേഷൻ ഫോം കൊടുത്തിരുന്നത് മാറി ഇപ്പോൾ നിക്ഷേപം കൊടുക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ തന്നെ 5 ലക്ഷം രൂപ വെച്ച് ഒരു നിക്ഷേപകന് കൊടുക്കാൻ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ നിന്ന് പണം ഇവിടെ കൊടുക്കും. ഇതാണ് ഒരു സുരക്ഷിതത്വം. രണ്ടാമത്തെ കാര്യം, ഈ രംഗത്ത് പുനരുദ്ധാരണ നിധി രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. അതിന്റെ എല്ലാ തരത്തിലുള്ള നോംസും തയ്യാറായി ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ ഫൈനൽ സെറ്റിൽമെന്റായി അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അത് വരുന്നത് നമ്മൾ കൃത്യമായി സ്വരൂപിക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് വൈബിളായ പ്രോജക്റ്റ് തയ്യാറായി തരുന്ന ഓരോ ബാങ്കിലും അത്യാവശ്യം റൺ ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നതാണ്. ഇങ്ങനെ സുതാര്യവും സുരക്ഷിതമായ ഒരു സംവിധാനം സഹകരണ മേഖലയിൽ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കുന്ന നിയമപരമായ പരിരക്ഷ കൂടി ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് 57 നിയമ ഭേദഗതികൾ വന്നിരിക്കുന്നു. ഇനി മുതൽ കൺകറന്റ് ഓഡിറ്റ് സിസ്റ്റം ഇല്ല, ടീം ഓഡിറ്റ് ആയിരിക്കും ബാങ്കുകളിൽ വരിക. അതുപോലെ തന്നെ ഇപ്പോൾ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഓരോ ബാങ്കിനെയും എല്ലാ ദിവസത്തെയും ഇൻസ്പെക്ഷൻ കൃത്യമായി RCS ഓഫീസിലേക്ക് അറിയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സിമ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ നല്ല രൂപത്തിലുള്ള യൂണിറ്റ് ഇൻസ്പെക്ഷൻ ഒപ്പം ടീം ഓഡിറ്റ് എല്ലാ വർഷങ്ങളിലും ജനറൽ ഓഡി ഈ രംഗത്തിലേക്ക് പുതിയ രൂപത്തിൽ കാഴ്ചപ്പാടോടുകൂടി ആ ബില്ലും നടപ്പാക്കി വരുന്നു. ഈ മേഖലയെ എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റതാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ആ നിലയിൽ മുന്നോട്ട് വന്നതിന്റെ ഫലമായി കഴിഞ്ഞ വർഷത്തേക്കാൾ അഭിമാനത്തോടെ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്ത് എഡിറ്റോറിയൽ എഴുതിയിരുന്നു. ഏതാണ്ട് സഹകരണ മേഖലയ്ക്ക് ഈ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള നിക്ഷേപത്തിന്റെ വർധന എന്ന് പറയുന്നത് 1,67,000 കോടിയിൽ നിന്ന് ഇപ്പോൾ 1,89,000 കോടിയിലേക്ക് സഹകരണ മേഖല നിക്ഷേപം വളർന്നിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. ഇപ്പോൾ നമ്മുടെ കേരള ബാങ്കിന്റെ കൂടി നിക്ഷേപം എടുക്കുമ്പോൾ 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇപ്പോൾ സഹകരണ മേഖലയിലുള്ളത്. കേരള ബാങ്കിലാണെങ്കിൽ ന്യൂസ് ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും വന്നിരിക്കുന്നു. അവിടെ മൊബൈൽ ബാങ്കിങ്ങും ഇന്റർനെറ്റ് ബാങ്കിങ്ങും RTGS നെഫ്റ്റും അതേപോലെ IMPS ഗൂഗിൾ പേയും എല്ലാം നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ കേരള ബാങ്കിന്റെ പ്രവർത്തനം വളർന്നിരിക്കുന്നു. 823 ശാഖകളാണ് കേരളത്തിലുള്ളത്. ഈ തരത്തിൽ കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വളർച്ച ഈ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ഉത്പാദന രംഗത്ത്
ഇപ്പൊ 400 പരം വിഭവങ്ങളാണ് സഹകരണ മേഖല ഉത്പാദിപ്പിക്കുന്നത്. അതിപ്പോൾ നമ്മൾ അന്തർദേശീയ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ അടുത്ത ദിവസം കൊച്ചിയിൽ നിന്ന് 12 ടൺ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഗൾഫ് നാട്ടിലേക്ക് കഴിഞ്ഞ മാസത്തെ എക്സ്പോർട്ട് നടക്കും. അപ്പൊ ഈ മേഖലയിലെ പ്രോഡക്റ്റുകൾക്കുള്ള ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നം ഉത്പാദിപ്പിക്കുന്നു. ഇവിടെ ഈ ഇതിൽ തന്നെ ഇപ്പോൾ ബഹുമാന്യായ സഹകരിയാണ് നമ്മുടെ അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘം ഉത്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണ നിങ്ങൾക്കറിയാം. എത്രയോ ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണ നമ്മുടെ മാർക്കറ്റുകളിലെത്തി ഏറ്റവും നല്ല രൂപത്തിൽ കൺസ്യൂമർ ഫെഡ് വിപണനം നടത്തുന്ന വെളിച്ചെണ്ണയാണ്. ഇങ്ങനെ ഓരോ തരത്തിലും നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നം നന്നായി മാർക്കറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സഹകരണ എക്സ്പോയിൽ 400 പരം ഐറ്റങ്ങളായിരുന്നു വന്നിരുന്നത്. പിന്നീട് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് 9 എഞ്ചിനീയറിംഗ് കോളേജും 5 പോളിടെക്നിക്കും 1 നഴ്സിംഗ് കോളേജും ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇടപെടും. കൺസ്യൂമർ ഫെഡ് നല്ല രൂപത്തിൽ വിലനിലവാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ. സഹകരണ ആശുപത്രികളാണെങ്കിൽ 200 പരം ഇപ്പൊ കേരളത്തിലുണ്ട്. രോഗികൾക്ക് ആശ്വാസം പകർന്ന് വലിയ രീതിയിലുള്ള സേവനം രക്ഷിച്ചുകൊണ്ട് ആ മേഖല മുന്നോട്ട് പോകും. ഇങ്ങനെ നമ്മൾ കേരളത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഭവന നിർമ്മാണ മേഖലകളിലെല്ലാം വലിയ രൂപത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സഹകരണ പ്രസ്ഥാനം മുന്നേറുമ്പോൾ ഈ അടുത്ത കാലത്ത് ജോർദാനിൽ വെച്ച് ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് അലയൻസിന്റെ ഉച്ചകോടി നടക്കുകയുണ്ട്. ആ ഉച്ചകോടിയിലേക്ക് ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ് അവർ ക്ഷണിക്കുക. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി അമിത്ഷായെ ക്ഷണിച്ചതുപോലെ തന്നെ കേരളത്തിന് ഇന്ത്യയിൽ ആകെ ഒരു സംസ്ഥാനത്തെ അവർ ക്ഷണിച്ചോളൂ, അത് കേരളത്തെ ആയിരുന്നു. അത് പോകാൻ എനിക്ക് ഒരു അവസരം കിട്ടിയെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ അമിത്ഷാ ഇലക്ഷൻ കാരണം വരാതിരുന്നപ്പോൾ ഇന്ത്യ പ്രതിനിധാനം ചെയ്ത് കേരളത്തിൽ സംസാരിക്കാൻ അവസരവും കിട്ടി. ഏഷ്യ പസഫിക് ഉച്ചകോടിയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുത്തെ പ്രവർത്തനമെല്ലാം സ്വീകരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല, നമ്മുടെ പിന്നിൽ തന്നെയാണ് സഹകരണ മേഖലയിൽ എന്ന് കാണാൻ. അങ്ങനെ വലിയ രൂപത്തിൽ വിവരവും വിശാലവുമായ സാധ്യതകൾ നടത്തിക്കൊണ്ടാണ് ഈ മേഖല നാം മുന്നോട്ട് പോകുന്നത്. ഇനിയും ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഇന്നത്തെ സാധ്യതകൾ അനുസരിച്ച് ഭവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾ ഈ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കൊടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി ഇനി വീടുകൾ നിർമ്മിച്ച് നമുക്ക് കൃത്യമായി ഉദ്യോഗസ്ഥന്മാർക്കും ഇടത്തരക്കാർക്കും ഉൾപ്പെടെ അവരുടെ മുമ്പിൽ ഒതുങ്ങുന്ന വീടുകൾ നിർമ്മിച്ച് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സഹകരണ മേഖല ഭവന നിർമ്മാണ രംഗത്തേക്ക് തിരിയാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒരു വലിയ തുക മാറ്റിവെച്ചുകൊണ്ട് പട്ടണ പ്രദേശങ്ങളിൽ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സങ്കേതങ്ങളുമെല്ലാം ആ ഭവന നിർമ്മാണ രംഗത്തേക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ ഏറ്റെടുക്കുകയാണ്. ഇത്തരത്തിൽ സഹകരണ മേഖലയുടെ നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ത്വരിതയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് വാഴയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മനോഹരമായ ഈ സംസ്ഥാന മന്ദിരവും ഒപ്പം വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾക്കുള്ള പ്രോജക്റ്റുകളിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭം ഒരിക്കലും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സഹകാരികളെയും ജീവനക്കാരെയും എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനവും